അദ്ദേഹം എന്നേക്കാളൊക്കെ ഉയർന്ന നിലവാരത്തിലാണ് പാർട്ടിക്കകത്തുള്ളത്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിന്റെ അതിനോടൊരു അഭിപ്രായം പ്രതികരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ മാർഗമല്ലെന്നാണ് എന്റെ ഫീലിംഗ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പ് എന്ത് പ്രശ്നങ്ങളെങ്കിലുണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. APCC നോക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനും സാധിക്കുന്ന ആളാണ്. അദ്ദേഹം അത് തിരുത്തിക്കോട്ടെ എന്നുള്ളതാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം പരസ്യമായ ഒരു മാധ്യമത്തിലല്ല പ്രതികരിക്കേണ്ടത്, പാർട്ടിക്ക് വേദികളിലല്ലേ? അല്ല, സ്വാഭാവികമായും അങ്ങനെയാണ് കാണേണ്ടത്. ശശി തരൂരിനെ പോലത്തെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എന്റെ അഭിപ്രായം. അതായത് ശശി തരൂർ പരസ്യമായ മാധ്യമത്തിൽ പ്രതികരിച്ചത് ശരിയല്ല. അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ പിന്തുണച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു. പക്ഷെ അതിന് വിട്ടു പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു 4 തവണ വിളിച്ച് കിട്ടിയില്ല. അത് പറയും. അവർ വളരെയധികം സ്വാഗതം ചെയ്യാണ്. CPM-നാണ് സാധ്യത പ്രസിഡന്റ് കാണുന്നത്. അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിൻ്റെ അകത്ത് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്താ പറയുക ഒരു ഏതിനും എതിർക്കാനും നിലനിർത്തി കൊണ്ടുപോകാനും കരുത്തു പകരാനും സാധിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനത്തിന് വഴിമരുന്നിടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ എന്റെ ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആള് തന്നെയാണ്. അദ്ദേഹത്തിന് തോന്നിയതാണെങ്കിൽ പിന്നെ എനിക്കതിന് പരാതി പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നന്നാകാൻ നോക്കാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി CPM അങ്ങേരും തമ്മിൽ, അതായത് CPM തമ്മിൽ വല്ലാത്ത തയ്യപ്പ് കാണുന്നുണ്ട് പല വിഷയങ്ങളിലും. അത് ഇതിന്റെ മുന്നോടിയായിട്ടുള്ള ഈ ഇന്റർവ്യൂവിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കളമാണ്. ബോധപൂർവ്വമുള്ള ഒരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എന്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് എരിയും അദ്ദേഹത്തിന് തിരുത്തുന്നതിനൊരു കുഴപ്പമില്ല. ആരും അദ്ദേഹത്തെ വിമർശിക്കുകയോ മാറ്റി വെക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ശശി തരൂരിനെതിരെ ആരും നമ്മളെ പാർട്ടിയിനകത്ത് പ്രതികരിച്ചിട്ടില്ല. ഒരു നേതാവും നമ്മളെക്കാളൊക്കെ സീനിയറായ നേതാക്കന്മാർ പോലും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ വേറൊന്നും സംഭവിച്ചിട്ടില്ല. തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് തിരുത്തി വന്നു പോയാൽ മതി. ബാലന്റെ ചൂണ്ടയൊന്നും ഇപ്പൊ പോക്കില്ല. ആ ചൂണ്ടയിൽ പോലും എല്ലാ വിധത്തിൽ പിടിക്കാൻ സാധിക്കുന്നില്ല. എത്രയാകും ഇതിനു പോകണം. ഭരണം കയ്യിലുണ്ട്, സ്ഥാനമാനങ്ങൾ കയ്യിലുണ്ട്, കൊടുക്കാൻ ഒന്നും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഒരു നട്ടിപ്പൂച്ച ഇതുവരെ പോയിട്ടുണ്ട്. പ്രസിഡന്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുടെ ഉദ്ദേശം എന്താണ്? സാമാന്യ ഫോൺ വെച്ച് മനസ്സിലാക്കുക. അല്ല, ഫോൺ എടുക്കാത്തതല്ല. ഫോൺ എടുക്കാൻ അദ്ദേഹം വേറെ എൻഗേജ്മെന്റ് ആയിരിക്കാം. ഞാൻ സംസാരിച്ച് 4 തവണ വിളിച്ചിട്ട് എടുക്കില്ല. 4 തവണ വിളിച്ചപ്പോഴൊന്നും അദ്ദേഹം വേറെ എന്തോ ഒരു ജോലിയുടെ അകത്ത് എൻഗേജിലാണെന്നാണ് പറഞ്ഞത്. എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ തിരിച്ചു വിളിച്ചിരിക്കാം. ഈ മകനെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിരിക്കാം. സ്വാഭാവികമല്ലേ. ഞാനിപ്പോ വിളിക്കുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കും. CPM-ന് വ്യാമോഹം അതിലൊന്നും അദ്ദേഹം CPM-നെടുത്ത് പോകുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസം. ആ 4 മാസക്കാലം സരിനൊക്കെ ഒരു അങ്ങനെ എടുത്തു വരേണ്ട ഒരാളെന്ന് പാരമ്പര്യമുള്ള ഒരു നേതാവ് നമ്മൾ പറയുന്നത് ഭാഷയാണ്. പ്രായമാവുമ്പോഴേ ഇതൊന്നും